അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഅല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. നമ്മളെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. 2025 പരിശുദ്ധമായ റജബ് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മളൊക്കെ ഉള്ളത്. വ്യാഴാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. നമ്മൾക്കറിയാം, വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് ധാരാളം അമലുകൾ ചെയ്യേണ്ട ദിവസമാണ്. ധാരാളം പോരിശകളും മഹത്വങ്ങളും ഉണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി അല്പം ദിക്റും സ്വലാത്തും ചൊല്ലി നമ്മൾക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. നമ്മളെ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുമാറാകട്ടെ. മജ്ലിസ് തുടങ്ങുന്നതിന്റെ മുമ്പ് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരിമാരോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് പറയാനുള്ളത്, നമ്മളെ മജ്ലിസ് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മളെ മജ്ലിസിലേക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ടുവരണം. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ നമ്മളെ മജ്ലിസിന്റെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഈ സമയത്ത് എന്റെ ഉമ്മമാരോട്, ഉപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും മഹാനരായ അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും മഹാനരായ സിഎം വലിയുള്ളാഹി തങ്ങളുടെ പേരിലും ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി ഹബീബിനാ വ സയ്യിദിനാ വ ഉസ്വത്തുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദറത്തി ഖാജ മുഈനുദ്ദീനിൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖുതുബുൽ ആലം സിയം വലില്ലാഹിൽ മദബൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ 3 ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ റഹ്മാനെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ പ്രത്യേകം നീ പരിഗണിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് മങ്കൂസ് മൗലൂദിലെ തുടക്കത്തിലെ ബൈത്തുണ്ട്. വലിയ ബർക്കത്തുള്ള ബൈത്താണ് ഇത്. സ്വലാത്താണ്, മുത്തുനബിയുടെ മഹത്വം പറയുന്ന ബൈത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ അറിയുന്ന ആളുകൾ കൂടെ ചൊല്ലുക, അറിയാത്ത ആളുകൾ ജവാബ് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജവാബ് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അസ്റഫു മിൻഹു യാ സയ്യിദി
خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حولك للعطاس يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله الحمد لله പറയും. ഇത് ചെല്ലാൻ അല്ലാഹു ഭാഗ്യം തന്നല്ലോ. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഈ മഹത്തായ ബൈത്ത് ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഭാഗ്യവാന്മാർക്ക് ഇങ്ങനത്തെ ബൈത്തുകളൊക്കെ ചെല്ലാൻ കഴിയുള്ളൂ. അത്രയും പോരിശയുണ്ട്. അല്ലാഹുവേ, ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ മദീനയിൽ ചെല്ലാൻ, മദീനയിൽ ചെന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ, ഉണർവിൽ കാണാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. അതിനൊക്കെ പറ്റും. മങ്കൂസ് മൂലം മതി, രോഗമൊക്കെ മാറും. അസുഖങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരും. നമ്മളെ മജ്ലിസിന്റെ ബർക്കത്തുണ്ട്. എല്ലാവരുടെ അസുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് തവക്കുലിന്റെ ദിക്റാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുക. എനിക്ക് അല്ലാഹു മതി എന്നുള്ളൊരു ചിന്ത. നാളത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നാളെ നമ്മൾ ജീവിക്കുമെന്ന് തന്നെ നമുക്കറിയില്ല. ഈ സെക്കൻഡിൽ നമ്മൾ മരണപ്പെടാം, ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടാം, അതല്ലെങ്കിൽ രാത്രി മരണപ്പെടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചത് കൊണ്ടാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 313 വരുന്ന സഹാബിമാര് 1000-ലേറെ വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്താല് നമ്മളെ ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ജയിക്കുമോ? ഒരിക്കലും ജയിക്കൂല. കാരണം എന്താ? യുദ്ധക്കോപ്പുകളില്ല, വാളില്ല, പടയങ്കികളില്ല, ഭക്ഷണമില്ല, കുതിരകളില്ല, ഒട്ടകങ്ങളില്ല. ശത്രുക്കളുടെ കയ്യിലാണെങ്കിൽ യുദ്ധക്കോപ്പുകളുണ്ട്, എല്ലാ സാമഗ്രികളും ഉണ്ട്. മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എന്നിട്ടും മുസ്ലിമീങ്ങൾ ജയിച്ചു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം തവക്കുലാണ്. എല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കണം. ഒരു മുഅ്മിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. ആത്മാർത്ഥമായി ചൊല്ലിക്കോളി. അങ്ങനെ ബരമേൽപ്പിക്കുന്ന ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ ചെല്ലുന്നത്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു
തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾ സർവ്വതും നിന്നിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ്. ഇസ്ലാമിലായി അടിയുറച്ച് നമ്മൾ നിൽക്കണം. നമ്മളെ ഈമാൻ പേപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് എപ്പോഴും നമ്മുടെ അടുക്കിലേക്ക് ഇങ്ങനെ വരും. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. അതിനുള്ള ഒരു ദുആയാണ്, അതിനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥയോടെ ചൊല്ലിക്കോളൂ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്കൽ ഇസ്ലാം. 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 അല്ലാഹുവേ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, കുഫറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഹദ്ദാദിലുള്ള ഒരു ദിക്റാണ്. ഇതെല്ലാ ദിവസവും നമ്മൾ ചെല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്നുള്ളതാണ്. ഈ ദിക്റിൽ പറയുന്നത് എന്താണ്? അള്ളാഹിനെ കൊണ്ടും അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊണ്ടും ഞാൻ തൃപ്തിപ്പെട്ടു എന്നാണ് ഈ ദിക്റിന്റെ അർത്ഥം തന്നെ. ഈ ദിക്ർ നമ്മൾ ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിന്റെ തൃപ്തി ഉണ്ടാവും. ഈ ലോകത്ത് ആര് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും യജമാനനായ അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നുള്ളതാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി ചെല്ലുക. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, നിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ മുൻകർ നകീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ വന്ന് ചോദിക്കുമല്ലോ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, വമൻ നബിയുക, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്? ആ സമയത്ത് എന്റെ റബ്ബ് അല്ലാഹയാണെന്നും എന്റെ നേതാവ് മുഹമ്മദ് നബിയാണെന്നും എന്റെ ദീൻ ഇസ്ലാമാണെന്നും നല്ല ആർജവത്തോടെ പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സ്വർഗ്ഗത്തിലെ നിധിയാണെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ഒരു ദിക്റാണ്. നമുക്കൊക്കെ അറിയാം, നമുക്ക് ചെല്ലലുണ്ട്. ഏതാണ് ആ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്റിനെ കുറിച്ച് മഹാന്മാർ എന്താ പറഞ്ഞതെന്ന് അറിയോ? മഹാന്മാര് പറയാണ്, ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ദാരിദ്ര്യ രോഗം ഏതൊരു മനുഷ്യരും ഭയക്കുകയാണ്. പട്ടിണി, കടം, ഇതൊക്കെ എല്ലാവരും ഭയക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ മരുന്നാണത്രേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. തീർന്നിട്ടില്ല 99 രോഗങ്ങൾക്ക് ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ മരുന്നാണ്. ടെൻഷൻ മാറാൻ, ക്ലേശം മാറാൻ ലാ ഹൗല നല്ലതാണ്. അപ്പൊ ലാ ഹൗല നമുക്ക് ചെല്ലല്ലേ? എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലിക്കോളി. പ്രയാസങ്ങളൊക്കെ മാറുട്ടോ, ആത്മാർത്ഥയോടെ ചെല്ലണം, ദാരിദ്ര്യമൊക്കെ മാറും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനേ, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ. ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കി തരണേ റബ്ബേ, സ്വർഗ്ഗം നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഈ ഇസ്മ സുബഹി നിസ്കാരത്തിന്റെ ശേഷം വലത് കൈ നെഞ്ഞത്ത് വെച്ചിട്ട് 70 പ്രാവശ്യം ചൊല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചതായി കാണാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും, പ്രയാസങ്ങൾ മാറും, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുന്നൊക്കെ വലിയ വലിയ ആരിഫ്യങ്ങൾ സയ്യിദുൽ ബക്രിയെ പോലത്തെ മഹാന്മാർ അവരുടെ കിതാബുകൾ
രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അത്രയും പവറാണ് നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ, നമ്മളെ മുമ്പിൽ കൊട്ടി അടക്കപ്പെട്ട വാതിലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകും. അത്രയും കഴിവുള്ള ഒരു ഇസ്മാണ് നമ്മൾ ചെല്ലാൻ പോകുന്ന ഇസ്മ. ഏതാണ് ആ ഇസ്മ? യാ ഫത്താഹു യാ അല്ലാഹ്. ചൊല്ലിക്കോളിം, യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. യാ ഫത്താഹു യാ അല്ലാഹ് നമ്മൾ 100 വട്ടം ചൊല്ലിക്കണം. അതിന് 200 വട്ടം ചൊല്ലിയാലും 10,000 വട്ടം ചൊല്ലിയാലും തീരൂല. അത്രയും മഹത്തമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. യാ ഫത്താഹു എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ നീ തുറന്നു നൽകണേ റഹ്മാനെ. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ്. ബറക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങളിലേക്ക് തുറന്നു തരണേ അല്ലാഹ്. അതിന് ഈ പരിശുദ്ധമായ റജബ് മാസം നീ കാവലാക്കണേ അല്ലാഹ്, കാരണമാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിലെ സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ, മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ നീ പ്രത്യേകം പരിഗണിക്കണേ അല്ലാഹ്. പ്രത്യേക സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. അവർക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ദുആ ചെയ്യേണ്ട ആ ബറക്കത്തിനുള്ള ദുആയാണ് നമ്മൾ ദ്വാർക്കുന്നത്. അതെല്ലാ മജ്ലിസും നമ്മൾക്ക് ദ്വാർക്കണം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك
لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان അല്ലാഹുവേ തുസബ്ബു ഫീൽ ഖൈറാത്ത് ധാരാളം ബറക്കത്തുകൾ ചൊരിയുന്ന ഈ പവിത്രമായ മാസത്തിലാണ് ഞങ്ങൾ ബറക്കത്ത് ചോദിക്കുന്നത്. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ ജീവിതത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വലിയ ആരിഫീങ്ങളൊക്കെ ചൊല്ലിയ വലിയ ബൈത്താണ്. ഇതൊന്നും നമ്മൾ പതിവാക്കണം, എന്നും പതിവാക്കണം. വലിയ ഫായിദ ഉള്ള ബൈത്താണ്. മക്കളൊക്കെ നന്നാകും. ഏതാണ് ആ ബൈത്ത്? ഏതാണ് ആ ദിക്ർ? അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. എന്താണ് അതിനർത്ഥം? അൻതൽ ഹാദി, നീയാണ് സന്മാർഗത്തിലേക്ക് ആക്കുന്നവൻ. അൻതൽ ഹഖു, നീ സത്യമാണ്, നീയാണ് സത്യം, നീയാ മാത്രമാണ് സത്യമുള്ളത്. ലൈസൽ ഹാദി ഇല്ലാഹു, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു സന്മാർഗത്തിലാക്കുന്ന വേറെ ഒരാളുമില്ല, നീയാണ് അതിന്റെ ഉടമസ്ഥൻ. സന്മാർഗത്തിലാക്കുന്ന ഉടമസ്ഥൻ അല്ലാഹുവാണ്, നല്ല വഴിയിലാക്കുന്നവൻ. ഇത് നമ്മൾ ഇങ്ങനെ ചൊല്ലിയ മക്കൾക്ക് മന്ത്രിച്ചൂതി കൊടുത്താൽ മക്കൾ നന്നാവും. അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു 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 അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ അല്ലാ. നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഭാര്യമാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ. ഹക്കിലൂടെ ജീവിക്കാൻ, സത്യത്തിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ബർക്കത്ത് കിട്ടാൻ നമ്മൾ ചൊല്ലുന്ന മറ്റൊരു ദിക്റാണ്. ഇതൊരു ആയത്ത് കൂടെയാണ്. മനസ്സുള്ള ഉമ്മമാര് ദിക്റാണ് എന്ന നിലക്ക് ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ബിസ്മി ഫാത്തിഹ സൂറത്തിലെ ഒരു ആയത്താണ്. ബിസ്മി ചൊല്ലാതെ ഫാത്തിഹ സൂറത്ത് ശരിയാവൂല.
നിസ്കരിക്കുമ്പോ ബിസ്മി അല്ലാതെ ഫാത്തിഹ സൂറത്ത് ശരിയാവൂല, മറ്റുള്ള സൂറത്തുകളൊക്കെ ശരിയാവും, പക്ഷെ ഫാത്തിഹ സൂറത്ത് ശരിയാവൂല. കാരണം എന്താ? ഫാത്തിഹ സൂറത്തിൽ പെട്ടതാണ് ബിസ്മി എന്ന് പറയുന്നത്. അള്ളാഹു ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. ഒരാൾ ബിസ്മി കൊണ്ടൊരു നല്ല കാര്യം തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചു ആരെ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബിസ്മിയുടെ മഹത്വം എത്രയാണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബിസ്മി പറഞ്ഞില്ലേ? അപ്പൊ ബിസ്മിയുടെ മഹത്വം എത്രയാണ്? അള്ളാഹുവേ, ബിസ്മി ധാരാളം ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നമ്മൾക്കതും അല്പം ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് റാഹത്ത് നൽകണം അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഇനി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കിയിട്ടൊരു കളി വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബർക്കത്താണ്, അത് റഹ്മത്താണ്, അത് കാവലാണ്, അത് സംരക്ഷണമാണ്, അത് അഫ്ളലു ദിക്റാണ്. ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതിനേക്കാൾ വലിയ ദിക്ർ ലോകത്തില്ല. അതുകൊണ്ട് ചൊല്ലിക്കോളൂ. നല്ല ഉദ്ദേശത്തോടെ ചെല്ലിയാല് വലിയ ബർക്കത്താണ്. മാതാപിതാക്കൾക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരം കിട്ടട്ടെ. ആ നിലക്ക് ചൊല്ലിക്കോളി. لا إله إلا الله، 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 لا إله إلا الله،
അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചെല്ലാൻ പോവുകയാണ്. ഞങ്ങൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഇനി നമ്മൾ ഫാത്തിമിയ സലാത്താണ് ചെല്ലുന്നത്. അത് വല്ലാത്ത ഒരു സലാത്ത് തന്നെ, വല്ലാത്ത ബർക്കത്താണ് ഫാത്തിമിയ സലാത്തിന്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലിക്കോളി. اللهم صل على النور واهله 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 اللهم صل على النور واهله. അല്ലാഹുവേ ഞങ്ങൾ സ്വലാത്താണ് ചൊല്ലിയത്. ആ സ്വലാത്ത് മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് നൽകണേ അല്ലാ. അവിടുത്തെ സന്തോഷം നൽകണേ അല്ലാ. അവിടുത്തെ കാവല് നൽകണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനേ. പടച്ചവനെ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് രഹസ്യമായി മനഃപൂർവമായി അറിയാതെ അറിവില്ലാതെ ചെയ്തവരാണ്. പൊറുക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ സർവ്വ പ്രയാസങ്ങളും മാറുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ റഹ്മാനേ. ശാന്തിയും സമാധാനവും റാഹത്തും നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ.
ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കൗസർ ഒരു 3 പ്രാവശ്യം ചൊല്ലുക. സൂറത്തുൽ കൗസർ ഒന്നും നമ്മൾ ചെല്ലണം, ഒരു 100 വട്ടെങ്കിലും, ഒരു 33 വട്ടെങ്കിലും ചെല്ലണം. നമുക്കത് ചൊല്ലുക, എന്നിട്ട് നമുക്ക് ദ്വാരക്കാം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, സൂറത്തുൽ കൗസറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഖൈറുകൾ നൽകണേ, സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ വൻ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അല്ലാഹുമ്മ തിബ്ബിൽ ഖുലൂബി വദവാഇയ ആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ അലിഹി വസഹ്ബിഹി വസല്ലിം. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ ദിക്റുകൾ ധാരാളം ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം ബറക്കത്ത് നീ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും ആ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ബറക്കത്തില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത്, ഞങ്ങളെ കുടുംബങ്ങളിൽ ബറക്കത്ത്, ഞങ്ങളെ ജോലിയിൽ ബറക്കത്ത്, ഞങ്ങളെ സമ്പത്തിൽ ബറക്കത്ത്, ഞങ്ങളെ എല്ലാ നിഖില മേഖലകളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സർവ്വ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. ദുഃഖങ്ങൾ അകറ്റണേ അല്ലാഹ്. കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുണ്ട്, കാലുവേദന, ഊരവേദന, കണ്ണുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്. നീയാണ് ഷാഫി, നീയാണ് കാഫി. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളയണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രയാസം കാരണം കടത്തിലാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട്. ആ മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ മേഖലയിലെ പ്രയാസം കാരണം ലോൺ എടുത്തവരാണ്, മാപ്പ് കൊടുക്കണേ അല്ലാഹ്. അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ കാരണം മക്കളോട് കുടുംബക്കാര് പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാഹ്. കടക്കാരനായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാഹ്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടാനകോടി ആളുകളെ നരകമോചനം നടത്തുമ്പോ, പാപമോചനം നടത്തുമ്പോ സാധുക്കളായ ഞങ്ങളെയും ദാറുൽ മുബീൻ മജ്ലിസ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, ധാരാളം ആളുകൾ വീടില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, ഓലപ്പരയിൽ കഴിയുന്ന ആളുകളുണ്ട്. നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. സ്നേഹമുള്ള, സന്തോഷമുള്ള, നല്ല അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും സമാധാനവും നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാഹ്.
ഞങ്ങളെ മനസ്സിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, ശിഫയാക്കണേ റഹ്മാനെ. കിബിറിനെ തൊട്ട് കാക്കല്ല, അസൂയെ തൊട്ട് കാക്കല്ല, കുൻറ്റിനെ തൊട്ട് കാക്കണേ അല്ല, പോരിനെ തൊട്ട് കാക്കണേ അല്ല. 5 വക്ത് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. മുത്തനബിയെ സ്നേഹിക്കാനും പാത പിൻപറ്റാനുമുള്ള തൗഫീക്ക് നൽകണേ അല്ല. ഹജ്ജും ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തനബിയുടെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗശയിൽ ഒരുപാട് കാലം കടന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനേ. പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബക്കാര് മാതാപിതാക്കള് ജ്യേഷ്ഠന്യന്മാര് അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാര് അവരെ കുടുംബക്കാർ അയൽവാസികള് സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നതിന് മജ്‌ലിസ് കാണുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പിശാച് ബാധയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇബ്ലീസിന്റെ കണിവലകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് നോക്കിയ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ് അല്ലാ. അവരെ ഖബറിലെ അവസ്ഥ എന്താണെന്നറിയൂല. ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന പല ഉമ്മമാർക്കും അവരുടെ വീട്ടിൽ ചെന്നാൽ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഉപ്പ എന്ന് വിളിക്കാൻ ഉപ്പയില്ല. അതുപോലെ ഞങ്ങൾക്ക് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഒക്കെ സ്നേഹം വാരിക്കോരി തന്ന ഞങ്ങളെ വെല്ലുപ്പ വെല്ലുമ്മമാര് ഖബറിലാണ്. ഞങ്ങളെ സന്തോഷങ്ങൾ കാണാൻ അവരില്ലല്ലോ അല്ലാ. ഞങ്ങളെ സന്തോഷങ്ങൾ കാണാൻ, ഞങ്ങളെ കൂടെ സന്തോഷിക്കാൻ ഇന്ന് അവരില്ലല്ലോ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കണേ റഹ്മാനെ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരെ വേദനിപ്പിക്കല്ല അല്ലാ. പലരുടെയും ഭർത്താക്കന്മാര് ഖബറിലുണ്ട്, പലരുടെയും മക്കള് ഖബറിലാണ്. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ, അവിടെ വെച്ച് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സർവ മുസീബത്തുകളെ തൊട്ടും കാക്കണേ റഹ്മാനെ. സർവ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ധാരാളം ഭക്ഷണത്തിൽ വിശാല നൽകുന്ന പവിത്രമായ ഈ റജബ് മാസത്തിലാണ് നിന്റെ ദർബാറിലേക്ക് ദാറുൽ മുബീൻ കുടുംബങ്ങൾ കൈ ഉയർത്തുന്നത്. ഞങ്ങളെ പ്രാർത്ഥന ഖായിബായി ഖാസിറാക്കി മടക്കല്ല. ഞങ്ങളെ ഖായിബാക്കി മടക്കല്ല റഹ്മാനെ. ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ അനുഗ്രഹം നൽകണേ റഹ്മാനെ. നിന്റെ സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. ഞങ്ങൾക്ക് അബൂബക്കർ തങ്ങളെ അത്ര ഈമാനില്ല, ഉമർ തങ്ങളെ അത്ര ഈമാനില്ല അല്ലാ. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. അവരൊക്കെ ഈമാനിന്റെ വിഷയത്തിൽ ഉന്നത പദവിയിൽ എത്തിയ മഹാന്മാരാണ്. അവരോട് റസൂലുള്ള സമ്പത്ത് ചോദിച്ചപ്പോ ഉള്ളത് മുഴുവനും ദീനിൽ കൊടുത്ത ആളുകളാണ്. കാരണം പിന്നെ അവർക്ക് ജീവിക്കാൻ ഈമാനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത്ര ഈമാനില്ല. അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ റഹ്മാനെ. ജോലി നൽകണേ അല്ലാ. ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോയ ആളുകളുണ്ട്. അവർക്കൊക്കെ റാഹത്ത് നൽകണേ റഹ്മാനെ. നല്ല ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കല്ല. മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ
നൽകണേ അല്ലാ, ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മക്കൾ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നടക്കുന്നുണ്ട്. എത്രയോ ഉമ്മമാര് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ആ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ, നന്നാവാനുള്ള അവസരം കൊടുക്കണേ അല്ലാ, മോശമാക്കി മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ മക്കള് കാരണം ഒരിക്കലും ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. പടച്ചവരെ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങളെ മക്കളിലൂടെ നേടിയെടുക്കാൻ, ഞങ്ങളെ മക്കളിലൂടെ കാണാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ, ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഉന്നതയിൽ നിന്നും ഉന്നത പദവിയിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ പങ്കെടുത്ത ഉമ്മമാര്, ചൊല്ലിയ ഉമ്മമാർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. എല്ലാ ദുഃഖങ്ങളും അകറ്റിക്കൊണ്ട് റഹ്മാനെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ഈ മജ്ലിസിൽ മാത്രമല്ല, ഒഴിവിട്ടുന്ന സമയത്തൊക്കെ ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട, നമ്മളെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മജ്ലിസിൽ ഉച്ചക്ക് 1 മണിക്ക് പറയും. അതും എല്ലാവരും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.